അടുത്ത കാലത്തായി നാം സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ് LHB കോച്ചുകൾ എന്ന്. വേണാട് എക്സ്പ്രസ് പഴയ ICF കോച്ചുകളിൽ നിന്ന് LHB കോച്ചുകളിലേക്ക് മാറുന്നു. അതേപോലെ ദീർഘദൂര തീവണ്ടികളെല്ലാം തന്നെ LHBയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പുതിയ LHB കോച്ചുകൾ വന്നിരിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള നീല, അതേപോലെ ബീജ് കളറിലുള്ള കോച്ചുകൾ മാറി ചുവന്ന കളറിലുള്ളത്, അതുപോലെ കടും നീല നിറത്തിലുള്ള അങ്ങനെയുള്ള പുതിയ കോച്ചുകൾ വന്നിരിക്കുന്നു. അതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ വളരെ സുഖമാണ്, അതിൽ വേഗതയുണ്ട്, അതിൻ്റെ അകത്ത് കുലുക്കം കുറവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ട്രെയിൻ യാത്രയിൽ വന്നിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് ഈ LHB കോച്ചുകൾ? എന്താണ് LHB കോച്ചുകളും പഴയ കോച്ചുകളും തമ്മിലുള്ള വ്യത്യാസം? അത് എങ്ങനെയാണ് ട്രെയിൻ യാത്രയെ കൂടുതൽ സുഖകരമാക്കുന്നത്? നാമൊക്കെ എന്നും ഉപയോഗിക്കുന്ന ഒരു സൗകര്യമാണ് റെയിൽവേ. അതുകൊണ്ട് തന്നെ റെയിൽവേയിൽ വരുന്ന ഈ മാറ്റങ്ങളെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കണ്ടേ? നമ്മൾക്കതിനെപ്പറ്റി അറിയണ്ടേ? ശരി, ഇന്നത്തെ വീഡിയോ ആ വിഷയം തന്നെയാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണ തുടരുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. 1950കളുടെ തുടക്കത്തിലാണ് ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ആരംഭിക്കുന്നതും ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നതും. അന്ന് സ്വിസ് കാർ ആൻഡ് ഇലവേറ്റഡ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന സ്വിറ്റ്സർലൻഡ് കമ്പനിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. അന്ന് തുടങ്ങിയ കോച്ചുകളാണ് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം ഓടിയത്. ഈ കാലഘട്ടത്തിനിടയിൽ റെയിൽവേ ടെക്നോളജികളൊക്കെ ഒരുപാട് മാറിയെങ്കിലും കോച്ചുകളുടെ സ്വഭാവം പൊതുവെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ AC കോച്ചുകൾ, ചെയർ കാറുകൾ, അങ്ങനെ പലവിധ പരിഷ്കാരങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ സുരക്ഷിതത്വത്തിലോ വേഗതയിലോ ഒന്നും വലിയ മാറ്റമൊന്നും നൂറ്റാണ്ട് കാലത്തോളം ഉണ്ടായിട്ടില്ല. എന്നാൽ ഏകദേശം 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം 2001 കാലത്തോടു കൂടിയാണ് ജർമ്മൻ കമ്പനിയായ LHB, ലിങ്ക് ഹോഫ്മാൻ ബുഷ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇത് ജർമ്മൻ പേരായതുകൊണ്ട് ഈ പ്രൊനൗൺസിയേഷനൊക്കെ പൂർണ്ണമായും ശരിയാണോ എന്നറിയില്ല. എന്തായാലും അൽസ്റ്റോമിൻ്റെ ഭാഗമായ LHB കോച്ച്, LHB ടെക്നോളജി, ലിങ്ക് ഹോഫ്മാൻ ബുഷ് എന്ന ആ കമ്പനിയുമായി ഉണ്ടാക്കിയ സാങ്കേതിക കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും കോച്ചുകൾ ജർമ്മനിയിൽ നിന്ന് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെ ഭോപ്പാൽ ഡൽഹി റൂട്ടിൽ ഓടിയിരുന്ന ശതാബ്ദി എക്സ്പ്രസ്സിൽ ആദ്യമായി ഈ ഇമ്പോർട്ടഡ് LHB കോച്ചുകൾ ഉപയോഗിച്ചു. എന്താണ് ഈ LHB കോച്ചുകളും ICF കോച്ചുകളും തമ്മിലുള്ള അത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. 1950കൾ മുതൽ നിർമ്മിച്ചു വന്നിരുന്ന ICF കോച്ചുകൾ അത് നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീലിലാണെങ്കിൽ LHB കോച്ചുകൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. മൈൽഡ് സ്റ്റീലിനേക്കാൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന് 10-15% ഭാരം കുറവാണ്. ഈ കോച്ചിൻ്റെ ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വേഗത, അത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം ഇതെല്ലാം കൂടും. മറ്റൊരു പ്രധാന വ്യത്യാസം ഇതിൻ്റെ സസ്പെൻഷനിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം, എല്ലാ വാഹനങ്ങളിലും സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. സ്വാഭാവികമായി പാളങ്ങളിലൂടെ ഓടുമ്പോൾ ഉരുക്കും തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ ഈ ട്രെയിൻ ഒരുപാട് കുലുക്കവും ശബ്ദവും എല്ലാം ഉണ്ടാക്കും. ആ ശബ്ദത്തിനെയും കുലുക്കത്തിനെയുമൊക്കെ ഒരു പരിധിവരെ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ സസ്പെൻഷനുകളാണ്. സാധാരണ എല്ലാ വാഹനങ്ങൾക്കും സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നിർണായക ഘടകമാണത്. അത് എയർ സസ്പെൻഷനുണ്ട്, സ്പ്രിംഗ് സസ്പെൻഷനുണ്ട്, ഹൈഡ്രോളിക് സസ്പെൻഷനുണ്ട്. ഈ സസ്പെൻഷനാണ് ഈ വൈബ്രേഷനെ വലിയൊരളവോളം അബ്സോർബ് ചെയ്യുന്നത്. ആ സസ്പെൻഷൻ എത്ര നന്നായിരിക്കുന്നോ അത്രത്തോളം അതിലെ യാത്ര എന്ന് പറയുന്നത് സുഖകരമായിരിക്കും. പരമ്പരാഗത ICF കോച്ചുകളിലുള്ളത് സാധാരണ സ്പ്രിംഗ് സസ്പെൻഷനുകളാണ്. ഈ ട്രെയിനിൻ്റെ ബോഗിയിൽ 2 സസ്പെൻഷനുണ്ട്. പ്രൈമറി സസ്പെൻഷനുമുണ്ട്, സെക്കൻഡറി സസ്പെൻഷനുമുണ്ട്. ആ ബോഗി എന്ന് പറയുന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ജനറലായിട്ട് ബോഗി എന്ന് ഉപയോഗിക്കുന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനെയും കോച്ചിനെയൊക്കെ തന്നെയാണ്. സത്യത്തിൽ ടെക്നിക്കലി ട്രെയിനിൻ്റെ ബോഗി എന്ന് പറയുന്നത് അതിൻ്റെ വീൽ സെറ്റാണ്. 2 വീൽ സെറ്റുകളാണ് ഒരു കോച്ചിനുണ്ടാവുക. ആ വീൽ സെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ടെക്നോളജിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള
ഒരു സംവിധാനമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സസ്പെൻഷനുകൾ, വീല് തമ്മിലുള്ള കണക്ടറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ആ വീൽ സെറ്റാണ് ഒരു ട്രെയിനിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അവിടെ 2 തരത്തിലുള്ള സസ്പെൻഷനുകളുണ്ട്. ഒന്ന് പ്രൈമറി സസ്പെൻഷനുമുണ്ട്, സെക്കൻഡറി സസ്പെൻഷനുമുണ്ട്. പ്രൈമറി സസ്പെൻഷൻ 2 എണ്ണം ഉണ്ടാകും, സെക്കൻഡറി സസ്പെൻഷൻ നടുവിൽ ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം പരമ്പരാഗത കോച്ചുകളിൽ, ICF കോച്ചുകളിൽ സ്പ്രിങ് മാത്രമാണ്. എന്നാൽ LHB കോച്ചുകളിൽ അവിടെ എയർ സസ്പെൻഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കോച്ചിൻ്റെ അടിയിൽ ആ വീൽ സെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 2 ഉരുളികൾ പരസ്പരം മുഖാമുഖം കമിഴ്ത്തി വെച്ചതുപോലെയുള്ള ഒരു സംവിധാനം അവിടെ കാണാം. അതിൻ്റെ ഉള്ളിൽ എയർ സസ്പെൻഷനാണ്. അതുകൊണ്ട് അങ്ങനെ സ്പ്രിംഗ് സസ്പെൻഷനും എയർ സസ്പെൻഷനും ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സസ്പെൻഷൻ സംവിധാനമാണ് LHB കോച്ചുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കുലുക്കം എന്ന് പറയുന്നത് ICF കോച്ചുകളെക്കാൾ വളരെ വളരെ കുറവാണ്. പഴയ ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, വളരെ കാതടപ്പിക്കുന്ന ശബ്ദമാണ്. കട്ട 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 എന്നുള്ള വളരെ വലിയ ശബ്ദമായിരിക്കും അതിൻ്റെ അകത്തുണ്ടാകുക. അതേപോലെ കുലുക്കം വളരെ, നമുക്ക് ഈ 2 വശത്തും കൈ പിടിക്കാതെ നമുക്ക് ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ കഴിയില്ല. അതുപോലെ ഇരുവശത്തേക്കും മുമ്പോട്ടും പുറകോട്ടും ഒക്കെ കുലുക്കം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഈ LHB കോച്ചുകളിൽ ഇതല്ല, ശബ്ദം വളരെ കുറവാണ്. അതേപോലെയുള്ള കുലുക്കം, നമുക്ക് കൈകൾ 2 വശവും പിടിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ കഴിയും. കാരണം ആ ആട്ടവും കുലുക്കവും ഇതിന് വളരെ വളരെ കുറവാണ്. പഴയ ICF കോച്ചുകളിൽ 100 ഡെസിബലിന് മുകളിലാണ് ശബ്ദം ഉണ്ടാവുന്നതെങ്കിൽ അത് ഈ LHB കോച്ചുകളിൽ ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്ട് 60 ഡെസിബലേ വരികയുള്ളൂ. ഏതാണ്ട് 40% ശബ്ദം കുറവാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, സ്ലീപ്പർ കോച്ചുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഈ ICF കോച്ചുകളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്തിൽ നിന്ന് സംസാരിച്ചാലൊന്നും കേൾക്കുകയില്ല. നമ്മൾ വലിയ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും. എന്നാൽ ആ പ്രശ്നമൊന്നും ഈ LHB കോച്ചുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. ശബ്ദം വളരെ കുറവാണ്. ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാരകമാവുന്നത് ക്ലൈംബിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. പെട്ടെന്ന് ട്രെയിൻ മറിയുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോച്ചുകൾ പരസ്പരം കൂട്ടിയിടിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി അങ്ങനെ കയറും. അതാണ് ക്ലൈംബിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതേപോലെ ടെലസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരു കോച്ച് മറ്റൊരു കോച്ചിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് അങ്ങനെ കയറും. ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ ഈ ട്രെയിൻ അപകടങ്ങളെ ഏറ്റവും അധികം മാരകമാക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നതും അപകടം പറ്റുന്നതുമെല്ലാം ഈ 2 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഈ LHB കോച്ചുകളിൽ ഇത് രണ്ടും ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവ പരസ്പരം ഇടിച്ചു കയറുകയോ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി കയറുകയോ ചെയ്യാതെ ഈ കോച്ചുകൾ ചെതറി 4 വശത്തേക്കും വീഴും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കുറച്ചുകൂടി വളരെ എളുപ്പമായിരിക്കും. പരസ്പരം ഒന്നിന് മുകളിൽ ഒന്നായി ട്രെയിൻ കൂട്ടിയിടിച്ച് എല്ലാം കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. 1-2 വർഷം മുമ്പ് ഒറീസയിലുണ്ടായ ഒരു വലിയ ട്രെയിൻ അപകടം നമ്മൾ കണ്ടു. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് മരിച്ചു. ആ ട്രെയിൻ, ഈ 2 ട്രെയിനും ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ ഈ കോച്ചുകളൊന്നും പരസ്പരം ഇടിച്ചു കയറുകയോ ടെലസ്കോപ്പിക്കലി കയറുകയോ ക്ലൈംബ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവ 4 വശത്തേക്കും ചിതറി വീഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രത്യേകതയാണ്, ആ ടെക്നോളജിയാണ് LHB കോച്ചുകളെ ഏറ്റവും അധികം സുരക്ഷിതമാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗത ICF കോച്ചുകൾക്ക് മാക്സിമം അക്വയർ ചെയ്യാൻ പറ്റുന്ന, എത്താൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 110-115 km/h ആണ്. കാരണം പറഞ്ഞില്ലേ, അതിൻ്റെ സസ്പെൻഷൻ്റെയും ഈ ബോഗിയുടെയൊക്കെ പ്രത്യേകത കൊണ്ട് ഇതിൻ്റെ കുലുക്കം വളരെ കൂടുതലായിരിക്കും. വേഗത കൂടുന്തോറും കുലുക്കം കൂടും. അപ്പോൾ ആ കുലുക്കം ആ 110-115 km വരെയാണ് പരമാവധി അതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സുരക്ഷിതമായ വേഗത എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് അതിന് പോകാൻ കഴിയില്ല. എന്നാൽ ഈ LHB കോച്ചുകൾക്ക് 200 km വരെ അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ സാഹചര്യത്തിൽ
പരമാവധി ഓപ്പറേറ്റിംഗ് സ്പീഡ് 160-നും 180 കിലോമീറ്ററിനും ഇടയിലാണ് നിർത്തിയിരിക്കുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ICF കോച്ചുകളേക്കാൾ. അതുപോലെ തന്നെ ICF കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലിലാണ്, പ്യുവർ സ്റ്റീലിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഇൻ്റർവൽ കൂടുതൽ അതിന് മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. എന്നാൽ LHB കോച്ചുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതിൻ്റെ അകത്ത് തുരുമ്പെടുക്കുന്ന പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ് വരിക. ഓരോ ട്രെയിനും ഒരു ഇത്ര കിലോമീറ്റർ, 5000 കിലോമീറ്റർ, 10000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓവറോൾ മെയിൻ്റനൻസ് നടത്തേണ്ടതുണ്ട്. ICF കോച്ചുകൾക്ക് 10000 കിലോമീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ LHB കോച്ചുകൾക്ക് അത് 30,000-ഓ 40,000-ഓ കിലോമീറ്ററിൽ ചെയ്താൽ മതി. അത്രത്തോളം വ്യത്യാസമുണ്ട്. അത് ഈ ട്രെയിനിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ റണ്ണിങ് ടൈം, അതിൻ്റെ കൃത്യത, അതെല്ലാം LHB കോച്ചുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. അതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ICF കോച്ചുകളിൽ 72 ആണെങ്കിൽ LHB കോച്ചിൽ 80 വരിക. അതുപോലെ ഈ ICF ട്രെയിനുകളിൽ കോച്ചുകളിലേക്ക് ആവശ്യമായ വൈദ്യുതി ഈ ട്രെയിനിൻ്റെ താഴെയുള്ള ഒരു ഡൈനാമോ ഉത്പാദിപ്പിച്ചിരുന്നത്. അതിൻ്റെ വീലിലേക്ക് കണക്ട് ചെയ്ത ഒരു ബെൽറ്റിൽ നിന്ന് ആ ഡൈനാമോ കറങ്ങി ആ DC വൈദ്യുതിയായിരുന്നു അതാത് കോച്ചുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ LHB കോച്ചുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ബാക്കിൽ ഒരു ജനറേറ്റർ കാർ വേറെയുണ്ട്. ആ ജനറേറ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഈ കോച്ചുകളിലുടനീളം സപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ICF കോച്ചുകളിൽ ഈ വീലുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടും ഡൈനമോയിലേക്ക് ഒരു ബെൽറ്റ് പോകുന്നുണ്ട്. ആ ബെൽറ്റ് ഒരുപാട് ജെർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി ഒഴിവാക്കി ഒരു ജനറേറ്റർ കാർ സെപ്പറേറ്റ് ഉണ്ടാക്കി ആ ജനറേറ്ററിൽ നിന്നാണ് ഈ ട്രെയിനിലുടനീളം വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ സുപ്രധാനമായൊരു കാര്യമാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്നത്. ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളത് വളരെ വലിയൊരു സയൻസാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാം. എങ്കിലും ലളിതമായിട്ടൊന്ന് പറയാം, എയർ ബ്രേക്കിംഗ് ആണ് ട്രെയിനിലുള്ളത്. കംപ്രസ്ഡ് എയർ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഓരോ കോച്ചുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്നത് കാണാം. ആ പൈപ്പ് ലൈനിൽ കംപ്രസ്ഡ് എയറാണ്. ആ കംപ്രസ്ഡ് എയറിനെ കൺട്രോൾ ചെയ്ത് അതാത് ഓരോ കോച്ചിലെയും എയർ പിസ്റ്റണുകളെ ചലിപ്പിച്ച് ആ പിസ്റ്റണുകൾ ബ്രേക്ക് ഷൂവിനെ വീലിലേക്ക് അടുപ്പിച്ചിട്ടാണ് ട്രെയിൻ ബ്രേക്ക് ചെയ്യുന്നത്. എപ്പോഴാണോ അവർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിസ്റ്റണുകളിലെ ഈ കംപ്രസ്ഡ് എയർ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയും. അങ്ങനെ ട്രെയിൻ നിർത്താൻ കഴിയും. ICF കോച്ചുകളിൽ ഒരൊറ്റ പൈപ്പ് ലൈൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ LHB കോച്ചുകളിൽ 2 പൈപ്പുകൾ ഈ കോച്ചുകളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാം. ഒന്ന് പ്രഷർ പൈപ്പും ഒന്ന് ഫീഡർ പൈപ്പും എന്ന് പറയും. പ്രഷർ പൈപ്പിലേക്ക് ആവശ്യമായ പ്രഷർ കൊടുക്കാനുള്ള ഒരു ഫീഡർ പൈപ്പാണ് ഈ രണ്ടാമതുള്ളത്. അത് ഈ ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസ് വളരെയധികം കൂട്ടും. മാത്രവുമല്ല, ICF കോച്ചുകളിൽ ബ്രേക്ക് ഷൂകളിലേക്ക് നേരിട്ടാണ് പ്രഷർ ചെല്ലുന്നത്. എന്നാൽ ഈ LHB കോച്ചുകളിൽ അവിടെ ഡിസ്ക് ബ്രേക്ക് സംവിധാനം കൂടിയുണ്ട്. ഇങ്ങനെ 2 മൾട്ടിപ്പിൾ ബ്രേക്ക് സിസ്റ്റമാണ് ഈ LHB കോച്ചുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ICF കോച്ചുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഈ ട്രെയിൻ നിൽക്കാനുള്ള സമയം വളരെ കൂടുതലായിരുന്നു. എന്നാൽ LHB കോച്ചുകളിൽ ഈ ട്രെയിൻ പെട്ടെന്ന് തന്നെ നിർത്താനും പെട്ടെന്ന് തന്നെ എടുക്കാനും കഴിയും. അതുമാത്രമല്ല, ആ ബ്രേക്ക് സിസ്റ്റം വളരെയധികം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ സുരക്ഷിതവുമാണ്. അങ്ങനെ റെയിൽ യാത്രയുടെ എല്ലാ മേഖലകളിലും LHB കോച്ചുകൾ ICF കോച്ചുകളേക്കാൾ വളരെ മുൻപിലാണ്. 2000-ലാണ് അത് ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്കിലും മാസ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നുമായില്ല. ഒരു 10 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ. കാരണം ഇത്രയും കാലം കൊണ്ട് നാം ആ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8-10 വർഷം കൊണ്ട് അതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്തതിന് ശേഷം മാസ് പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം 2018 ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പഴയ ICF കോച്ചുകളുടെ പ്രൊഡക്ഷൻ പൂർണ്ണമായും നിർത്തി. ഇപ്പോൾ ചെന്നൈ
ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും കപൂർത്തല കോച്ച് ഫാക്ടറിയിലും, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 കോച്ച് ഫാക്ടറികൾ. ഈ കോച്ച് ഫാക്ടറികളിൽ LHB കോച്ചുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഏകദേശം അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലും പഴയ ICF കോച്ചുകൾ മാറ്റി LHB കോച്ചുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഓടുന്ന ഏതാണ്ട് ഒട്ടുമിക്ക ട്രെയിനുകളും LHB ട്രെയിനുകളാണ്. അപ്പോൾ ഇവയൊക്കെയാണ് ICF കോച്ചുകളും LHB കോച്ചുകളും തമ്മിലുള്ള വ്യത്യാസം. നാം ദിവസേന എന്നോണം ഉപയോഗിക്കുന്ന ഈ തീവണ്ടിയിൽ, ട്രെയിനിൽ വരുന്ന ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ ഒരു പരിധിവരെ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.